ഞാൻ പൊതുവേ പറയുന്നത് നമുക്ക് MLA ആയാലും MP ആയാലും അത് ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് അവർ പാർലമെൻറ്റിലോ നിയമസഭയിലോ പോകുന്നതും പോകേണ്ടതും. സ്വാഭാവികമായിട്ടും അതാത് പ്രദേശത്തുള്ള ജനതയുടെ പ്രതിനിധി അതാത് പ്രദേശത്തുള്ളവരായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൃഗം വന്ന് നോക്കിയിട്ട് ആര് ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ നോക്കിയിട്ടല്ല ആന ചവിട്ടുന്നത്. അത് ആര് മുന്നിൽ കണ്ടോ അവരെ ആക്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കണം, രാഹുൽ ഗാന്ധി ഈ വീടുകളിൽ മുഴുവൻ പോയല്ലോ. വന്യമൃഗാക്രമണത്തിൽ മരിച്ചവരുടെ വീട്ടിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ തെറി പറയാൻ വേണ്ടി വന്നു ബത്തേരിയിൽ. അപ്പോൾ പിന്നെ എന്തിനവരങ്ങനെ നിൽക്കുന്നു? ഈ ഒരു വല്ലാത്ത ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. ഇതിവിടുത്തെ ജനമെല്ലാം ചോദിക്കുന്നൊരു ചോദ്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ അവരുടെ തെരഞ്ഞെടുപ്പ് പത്രികകളിൽ നിലപാടുകൾ എടുക്കുമെന്നത് കണ്ടു തന്നെ കാണണം. അതിനോട് എങ്ങനെ ആളുകൾ പ്രതികരിക്കുമെന്ന്. ഒരു കുടുംബത്തിലെ ഒരാളെ, ഒരു പ്രദേശത്തെ ഒരാളെ ആനയോ കടുവയോ ആക്രമിച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൈ കെട്ടിയിരിക്കോ? ഇല്ല. രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ, പേരെടുത്ത് വിമർശിക്കാൻ സമയം കണ്ടെത്തിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരക്ഷരം നരേന്ദ്രമോദി എന്ന് പറയുന്ന വാക്കുച്ചരിച്ച് വിമർശനം നടത്തിയിട്ടില്ല. എന്നെ കണ്ടതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് അവർക്ക് കൂടുതൽ വോട്ട് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ രാഹുൽ ഗാന്ധിയോട് ഇടയ്ക്കെങ്കിലും ഈ മണ്ഡലത്തിലെ മനുഷ്യർക്കൊന്ന് ചോദിക്കാമായിരുന്നു, എന്തേ ഈ വിഷയങ്ങളൊന്നും പാർലമെന്റ് എടുക്കാത്തത് എന്ന്. ഇവിടെ നിന്നുള്ള ഒരാൾ വരണമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങളുടെ പ്രതിനിധിയായിട്ടത് മാറുക. എന്ത് VIP മണ്ഡലം? ജനങ്ങൾ VIP-കളല്ലാത്ത ഒരു മണ്ഡലവും VIP അല്ല. ഈ വിധിക്കാൻ നേതൃത്വം കൊടുക്കുന്നവരാണ് ആര്? നരേന്ദ്രമോദിയും സംഘവും. അവരോട് മത്തായി സുവിശേഷം വെച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളും ഒരു നാൾ വിധിക്കപ്പെടും. വെൽക്കം ടു വയനാട്. അങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരം കയറി വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. വയനാട് ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ 38% വനത്താൽ ചുറ്റപ്പെട്ട ഈ ഒരു ജില്ല ഇന്ന് ടൂറിസം മേഖലയിൽ അത്ഭുതകരമായ വളർച്ചയാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ഈ സമയത്തും വയനാട് മണ്ഡലം എന്നത് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാൽ ഭാരതത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ്. ഇത്രയൊക്കെ വിശേഷണങ്ങൾ ഉള്ളപ്പോഴും ഇവിടെ വസിക്കുന്ന ജനങ്ങൾ സന്തുഷ്ടരാണോ? ഇവിടുത്തെ വോട്ടേഴ്സിൻ്റെ അഭിപ്രായം തേടിയുള്ള ഗുഡ്നസ് ന്യൂസിൻ്റെ വയനാട് മണ്ഡല പര്യടനം ഇവിടെ ആരംഭിക്കുകയാണ്. കേരളത്തിലെ 12ാമത് ജില്ലയായി 1980 നവംബർ 1 വയനാട് ജില്ല രൂപം കൊള്ളുന്നത്. വയനാട് ജില്ലയിലെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വയനാട് ലോകസഭാ നിയോജക മണ്ഡലം. 2009 15ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ MI ഷാനവാസ് ജയിച്ചു. 2014 അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം 2019 കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിലെ വൻ ഭൂരിപക്ഷത്തോടുകൂടി 4,31,770 വോട്ടുകൾ നേടി വിജയിച്ചു. വയനാട് ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ ആകെ 13,57,819 വോട്ടർമാരാണ് ഉള്ളത്. അതിൽ 40% മുസ്ലിം മതസ്ഥരും ഹൈന്ദവ മതസ്ഥരും 20% ക്രിസ്ത്യൻ മതസ്ഥരുമാണ് ഉള്ളത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനം നമ്മൾ ഇന്ന് ആദ്യമായി തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത് മാനന്തവാടി രൂപതയുടെ ആസ്ഥാനത്താണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മാനന്തവാടി രൂപതയുടെ പ്രധാന ഭാഗവും ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ ഭാഷയായിരിക്കും ഈ വയനാട് രൂപതയിലെ ക്രൈസ്തവരുടേത്. നമുക്ക് വയനാട് രൂപതയുടെ അധ്യക്ഷനായ മാർ ജോസ് പൊരുന്നേടം പിതാവിനെ കാണാം. പിതാവേ, ലോക്സഭ ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. മാനന്തവാടി രൂപതയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഭൂരിഭാഗവും വയനാട് മണ്ഡലത്തിലാണുള്ളത്. നമ്മുടെ ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ വയനാട് മണ്ഡലത്തിലെ ക്രൈസ്തവരുടെ അവസ്ഥ എന്താണ്? വയനാട് മണ്ഡലത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൽ ഭൂരിഭാഗവും കർഷക തൊഴിലാളികളുമൊക്കെയാണ്. ബാക്കി മറ്റു തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർ വളരെ കുറവാണ്. കർഷകരെന്ന് പറയുമ്പോൾ നെൽകർഷകരുണ്ട്, വാഴ കർഷകരുണ്ട്, പച്ചക്കറികൾ കൃഷി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പൊതുവേ കൃഷി കൊണ്ട് ജീവിക്കുന്നവരാണ്. പിന്നെ വേറെ ഒന്നുള്ളത് ഈ പശുവിനെ വളർത്തിയിട്ട് പാൽ കൊടുത്ത് ജീവിക്കുന്നവരാണ്. ഭൂരിഭാഗം അങ്ങനെയുള്ളവരാണ് ക്രൈസ്തവർ.
ഇവരെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ജീവിതം എന്ന് പറയുന്നത് ഇന്ന് അതീവ ദുഷ്കരമാണ്. കൃഷിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പൊതുവേ ഈ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എന്നുള്ളതൊരവസ്ഥ. രണ്ടാമത്തെ കാര്യം, ഈ ഉൽപ്പന്നങ്ങൾ പോലും അത് ഉണ്ടാക്കണമെങ്കിൽ വളരെയധികം കഷ്ടപ്പാടാണ്. ഇവിടെ മൃഗശല്യം വളരെ കൂടുതലാണ്. ഏത് സാധനം ഉണ്ടാക്കിയാലും അതെല്ലാം മൃഗങ്ങൾ കൊണ്ടുപോകും. നെല്ല്, വാഴ, പച്ചക്കറികൾ, അല്ലെങ്കിൽ ഈവൻ ചക്ക പോലും തിന്നാൻ പറ്റാത്ത അവസ്ഥ. കാരണം ആന വന്നതെല്ലാം വരും, അതുകൊണ്ട് തന്നെ അവരെല്ലാം വെട്ടിക്കളയും. അപ്പോൾ ഇങ്ങനെ കൃഷിയിൽ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥ. ഇപ്പോൾ നാട് നീളെ കുരങ്ങുകളുണ്ട്, അതുപോലെ മയിലുകളുണ്ട്, പിന്നെ പന്നി, ആന, കടുവ, പുലി, കരടി എന്ന് പറഞ്ഞാൽ ഒരുവിധം സങ്കല്പിക്കാവുന്ന എല്ലാ മൃഗങ്ങളും വയനാട്ടിൽ ഇറങ്ങുന്നുണ്ട്. ഇവരുടെ എല്ലാ ഉപദ്രവം കൊണ്ട് കൃഷി പറ്റില്ല. എന്നാൽ ഈ പശുവിനെ ഒക്കെ വളർത്തി ജീവിക്കാമെന്ന് വെച്ചാൽ അതും പറ്റില്ല. കാരണം എന്താണ്? കാരണം ഈ മൃഗങ്ങളെയെല്ലാം കടുവ, പുലി പോലെയുള്ള ജീവികൾ പിടിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അടുക്കളയുടെ ഉള്ളിൽ വെക്കാമെന്ന് വെച്ചാലോ അത് സമ്മതിക്കില്ല, കരടി വന്നതെല്ലാം കൊണ്ടുപോകും. ചുരുക്കത്തിൽ വീടിനകത്തുള്ളതും ഇരിക്കില്ല, വീടിന് പുറത്തുമൊന്നും പറ്റില്ലാത്ത അവസ്ഥയാണ്. ഇതാണ് ഇന്നത്തെ വയനാട്ടിലെ ക്രൈസ്തവരുടെ ഒരു പ്രധാന പ്രയാസം എന്ന് പറയുന്നതാണ്. അതൊന്ന്. അത് പൊതുവായിട്ട് ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയാം. പക്ഷേ അതേ സമയത്ത് എല്ലാവരെയും ബാധിക്കുന്ന ഒരുപാട് പ്രശ്നമുണ്ട്. ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ, അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും കടക്കാനുള്ള ബുദ്ധിമുട്ട്, രാത്രിയിൽ ചികിത്സാ സ്ഥാപനങ്ങൾ, ആശുപത്രികളുടെ അഭാവം, ഇതെല്ലാം വയനാടിനെ പൊതുവായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ക്രൈസ്തവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരെയും ബാധിക്കേണ്ടതാണ്. പക്ഷേ അവർ ആ മേഖലയിൽ ഇല്ലാത്തതുകൊണ്ടാണ് അധികം ബാധിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഈ മൃഗങ്ങൾ മനുഷ്യരെ കൊല്ലുന്ന ഒരു പ്രവണത അതുണ്ട്. അത് എല്ലാവരും കൊല്ലുന്നുണ്ട്. പക്ഷേ ഈ മേഖലയിൽ ഈ ക്രൈസ്തവരാണ് കൂടുതൽ. കൃഷിയിലും പശു വളർത്തലൊക്കെ കൂടുതൽ അവരായതുകൊണ്ട് അവരെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. അവരുടെ സാമ്പത്തിക സ്ഥിതി ബാധിക്കുന്നുണ്ട്. മറ്റൊന്നുള്ളത്, ഇത് നമുക്കറിയാം, നമ്മുടെ ഒരു ആരാധനാപരമായ കാര്യങ്ങൾ, പള്ളിയിലേക്ക് പോകാൻ, കുട്ടികളെ വേദപാഠത്തിന് വിടാൻ, ഇതിനൊന്നും പറ്റുന്നില്ല. കാരണം അപ്പോഴെല്ലാം ഈ മൃഗങ്ങളുടെ മുമ്പിൽ ചെന്ന് പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ ഈ രാത്രി കുർബാനയുടെ കാര്യത്തിൽ അത് ഈസ്റ്ററിനായാലും ക്രിസ്മസിനായാലും ഒക്കെ സമയം മാറ്റേണ്ടി വന്നു. വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും നടത്തി തീർത്ത ആളുകളെ വിട്ടോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം ഇതാണ്, ഈ ജീവനിൽ പേടിയുള്ളത് കൊണ്ടാണ്. ചുരുക്കത്തിൽ ഈ വയനാട്ടിലെ ക്രൈസ്തവരെ സംബന്ധിച്ച് അവരെല്ലാ വിധത്തിലും പീഡിപ്പിക്കപ്പെടുന്നവരാണ്. അതങ്ങനെയൊന്ന്. പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള മറ്റ് ഒരുപാട് നമ്മുടെ ഒരു ഓഫീസിൽ കയറി ചെന്നാൽ ഒരു കാര്യം നടന്നു കിട്ടണമെങ്കിൽ വലിയ പണിയാണതെല്ലാം. നമുക്കറിയാം, ഒരു കർഷകനൊരു സബ്സിഡി കിട്ടണം, ഒരു പശുവിനൊരു ഇൻഷുറൻസ് തുക കിട്ടണം. ഇതിനെല്ലാം വല്ലാത്ത അവസ്ഥ. അതായത് എത്ര പ്രാവശ്യം കയറി നടന്നാലും ഇതൊന്നും കിട്ടാത്ത അവസ്ഥയാണ്. നമ്മുടെയൊക്കെ സ്വന്തം അക്കൗണ്ടിലേക്ക് വരേണ്ട പൈസ, അതായത് ഈ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട സബ്സിഡി അല്ലെങ്കിൽ ക്ഷേമ പെൻഷനുകൾ, ഇതൊന്നും കൃത്യമായ സമയത്ത് കിട്ടുന്നില്ല. ചുരുക്കത്തിൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് വയനാട്ടിലെ ഈ ക്രൈസ്തവർ അനുഭവിക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന ഒരാൾക്കാണ് യഥാർത്ഥത്തിൽ വോട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് തന്നെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നത്. വളരെ പാവപ്പെട്ട, കഷ്ടപ്പാടോട് ജീവിക്കുന്ന ജനങ്ങളാണ് വയനാട്ടിലുള്ളവർ. ദുഷ്കരമാണ്. പക്ഷേ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് വളരെയധികം VIP ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി വയനാട് മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ടൈമിൽ അദ്ദേഹം ജയിച്ചു, ഈ ടൈമിൽ അദ്ദേഹം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കേന്ദ്ര നേതാവായിട്ടുള്ള ആനി രാജ നിൽക്കുന്നു. ഇനി BJPയുടെയും അതുപോലെ സ്ഥാനാർത്ഥി. അപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെ കാണുന്നു? ഞാൻ പൊതുവേ പറയുന്നത്, നമുക്ക് MLA ആയാലും MP ആയാലും അത് ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് അവർ പാർലമെൻറ്റിലോ നിയമസഭയിലോ പോകുന്നതും പോകേണ്ടതും. സ്വാഭാവികമായിട്ടും അതാത് പ്രദേശത്തുനിന്നുള്ള ജനതയുടെ പ്രതിനിധി അതാത് പ്രദേശത്തുനിന്നുള്ളവരായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവരാണ് വേദന അനുഭവിക്കുന്നവർ. ഞാനൊരു വേദന അനുഭവിക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ജനത്തിന് വേണ്ടി ചെന്ന് പറയുമ്പോൾ വളരെ വ്യത്യാസം ഉണ്ടാകും. അതേസമയത്ത് പുറത്ത് ഇതൊന്നുമില്ലാതെ ജീവിക്കുന്ന ഒരാൾ ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് ചെന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളെല്ലാം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ചിന്തയിൽ എപ്പോഴും ഈ വയനാട് മണ്ഡലം എന്ന് പറയുന്നത് വയനാട് ജില്ല മാത്രമല്ല, മലപ്പുറത്തിൻ്റെ ഭാഗങ്ങളുണ്ട്, കുറച്ച് അങ്ങനെ കോഴിക്കോടിൻ്റെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരാൾ വരണമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങളുടെ പ്രതിനിധിയായിട്ടത് മാറുക. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അവരോരോരുത്തരും ചെന്ന് ഈ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ മാത്രമല്ല അവതരിപ്പിക്കേണ്ടത്. ഒരു ജനപ്രതിനിധിയുടെ കടമ എന്ന് ഞാൻ വിചാരിക്കുന്നത്, ഈ ഓഫീസുകളിലൊക്കെ ഇവിടെ നിന്നുള്ള കാര്യങ്ങളുടെ ഫയലുകൾ യഥാവിധി നീങ്ങുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്താണ് കാരണം, അതിനെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി അവർ അഭിസംബോധന ചെയ്യേണ്ടതാണ്. ഇതിനൊക്കെ ഇവിടുന്ന് ജയിച്ചു പോകുന്ന ജനപ്രതിനിധികൾക്ക് കഴിയുന്നുണ്ടോ, അല്ല അവർ തൽപരരാണോ? ഈ ഒരു വല്ലാത്ത ചോദ്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വേറൊന്നുള്ളത്, ഇപ്പോൾ വയനാടിനെ കുറിച്ച് പറയുമ്പോൾ
ഇവിടെ പ്രമുഖരായിട്ടുള്ള 2 പേര് നിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അതുപോലെ ശ്രീമതി ആനി രാജയും. കേരളത്തിൻ്റെ അതിർത്തി വിട്ടാൽ ഇവർ 2 പേരും ഒരേ സഖ്യത്തിൽപ്പെട്ടവരാണ്, ഇന്ത്യ സഖ്യത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈ വയനാടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 10-20 കിലോമീറ്റർ എന്ന തമിഴ്നാടായി, കർണാടകമായി. അവിടെ അവർ ഒന്നിച്ചു നിന്ന് ഒരു വേദിയിൽ അവർക്ക് വേണ്ടി വാദിക്കുകയും ഇവിടെ വന്ന് പരസ്പരം കുറ്റം പറയുകയും ചെയ്യുന്നതിൽ ഞാനൊരു ശരിയായ ഒരു രീതിയല്ല കാണുന്നത്. അത് ജനങ്ങളെ കബളിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുള്ളൂ. എന്തിനാണ് ഇവർ 2 പേരിൽ ആര് പാർലമെൻറ്റിൽ ചെന്നാലും ആ ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ സംസാരിക്കുക. ഇനി അവർ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന കരുതുക ഇന്ത്യ സഖ്യം. അങ്ങനെയാണെങ്കിൽ ഇവരാരായാലും 2 പേർക്കിടാകാൻ ഏതായാലും പറ്റില്ലല്ലോ, മന്ത്രിയാകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തിനവരങ്ങനെ നിൽക്കുന്നു? ഈ ഒരു വല്ലാത്ത ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. ഇതിവിടുത്തെ ജനമെല്ലാം ചോദിക്കുന്നൊരു ചോദ്യമാണ്. പക്ഷേ അതിൽ കൂടുതൽ ഞാൻ വ്യക്തികളുടെ ജീവിതത്തിലേക്കും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വ്യക്തികൾ ആര് വന്നാൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുമെങ്കിൽ നല്ല കാര്യം. അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹം എപ്പോഴും ഇവിടെ നിന്നുള്ള പ്രതിനിധി ഞങ്ങളുടെ പ്രതിനിധി ആകണം. അത് ഈ പറഞ്ഞതുപോലെ വയനാട്ടിൽ നിന്നുള്ള ആളാകാം, അല്ലെങ്കിൽ മലപ്പുറം ഭാഗത്ത് നിന്ന് എവിടുന്നും ആകാം. അങ്ങനെയുള്ള ഒരാൾ വരികയും ഇതിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കണം. ഇനി വയനാടിൻ്റെ പ്രത്യേകത വളരെ പ്രത്യേകതയുള്ളതാണ്. ഇവിടുത്തെ ഭൂമിശാസ്ത്രമെല്ലാം ഇതൊരു പക്ഷേ ഈ താഴെ ഭാഗത്തുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. ഇവിടെ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങൾ. അപ്പോൾ ഈ വിഷമങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നവർ തന്നെ വേണം. ഇവിടുന്ന് ജയിച്ചു പോകുന്നവർ കേവലം ഒരു സന്ദർശകർ മാത്രമായിട്ട് തീരാതെ ഇതിനെ നിരന്തരമായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്നവർ, അതുപോലെ പുതിയതായിട്ട് ഒരുപാട് പദ്ധതികൾ. ഈ വയനാടെന്ന് പറയുന്ന ഒരു ആസ്പിറേഷണൽ ജില്ലയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാൻ അനുസരിച്ച്. ഇത് ആദിവാസി ഭൂരിപക്ഷമുള്ളൊരു ജില്ലയാണ്. ഇതിനെല്ലാം പ്രത്യേകമായ ആനുകൂല്യങ്ങളുണ്ട്. ഈ ആനുകൂല്യങ്ങൾക്ക് വലിയ തുകകൾ സബ്സിഡി ആയിട്ടും മറ്റ് സർക്കാരിന് കിട്ടും. ഇത് യഥാവിധി സമയത്ത് അതിൻ്റെ പ്രോജക്റ്റുകൾ എപ്പോഴൊക്കെ വരുന്നു അത് പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ എല്ലാ വിവരങ്ങളും ചേർത്ത് സമയത്തത് സർക്കാരിൽ സമർപ്പിക്കുകയും അത് യഥാവിധി അതിൻ്റെ ചെല്ലേണ്ടിടത്തൊക്കെ ചെല്ലുന്നുണ്ട് ഉറപ്പുവരുത്തുകയും അത് എത്രയും വേഗം എക്സിക്യൂട്ട് ചെയ്ത് നടപ്പാക്കി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുക. അപ്പോഴാണ് ഇവിടെ വികസനം ഉണ്ടാവുക. ഇവിടെ പണത്തിൻ്റെ കുറവല്ല. ഇപ്പോൾ നമുക്കറിയാം ഓരോ എം പിക്കും എത്ര കോടി രൂപ ഓരോ ടൈമിലും കിട്ടുന്നുണ്ടെന്ന്. അതെ, ഇതിൽ നമ്മളുടെ ഓരോ എം പിയും എത്ര ശതമാനം വീതം ചിലവാക്കി, എന്തിനൊക്കെ ചിലവാക്കി, ഇതിവിടുത്തെ ജനത്തിനറിയാൻ ആഗ്രഹമില്ലേ, അല്ലെങ്കിൽ അവകാശമില്ലേ? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ എം പി എപ്പോഴത്തെയൊക്കെ ആയിക്കോട്ടെ, MLA-മാർ ഇവർക്ക് കിട്ടിയ MLA ഫണ്ട്, MP ഫണ്ട് എത്ര കിട്ടി, ഏതെല്ലാം കാര്യങ്ങൾക്ക് വിനിയോഗിച്ചു, ഇത് ജനത്തിൻ്റെ മുമ്പ് പറയട്ടെ. ഇനി ആസ്തി വികസന ഫണ്ടെന്നാണ് ഇതിനൊക്കെ വിളിക്കുന്നത്. ആസ്തി എന്ന് പറയുന്നത് എന്താണ്? ഈ ആസ്തി എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല എവിടെയെങ്കിലും ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഇടുന്നതാണ്. അതല്ല ആസ്തി, അത് നശിച്ചു പോകുന്ന. അതേ സമയത്ത് ഇവിടെയുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതാണ് ആസ്തി വികസനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഇവർ ഇതുവരെ വിനിയോഗിച്ചത്? ഇനിയുള്ളവർ പറയട്ടെ, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ജനത്തിന് മനസ്സിലാകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു എവാലുവേഷൻ നടത്തി, ഞങ്ങൾ ഇത്രയൊക്കെ നടത്തി, ഇനി നിങ്ങൾ പറ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഇത്ര ശതമാനം ഫണ്ടിന് മിച്ചമുണ്ട്, ഈ ഫണ്ട് എവിടെ ചെലവഴിക്കണമെന്ന് നിങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ഈ പറഞ്ഞതുപോലെ അത് ആരോടാ ചോദിക്കേണ്ടത്? ഇവിടുത്തെ ജനപ്രതിനിധികൾ. ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ അത് ത്രിതല പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അതല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്. ഇവരുടെയൊക്കെ എന്താണ് ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്, അവരോടൊക്കെ ചോദിക്കട്ടെ. അതുപോലെ ഇവിടെ ഗ്രാമസഭകൾ കൂടുമ്പോൾ ഇവരൊന്ന് സംസാരിക്കട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞങ്ങളുടേതായിട്ടുള്ള ഈ പ്രദേശത്തുകാരായ ആളുകൾ പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കുമൊക്കെ പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അവസാനമായിട്ട് നമ്മൾ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഈ വയനാട് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് മാനന്തവാടി രൂപത ബിഷപ്പ് ഹൗസ് എന്ന് പറയുന്നത്. ക്രൈസ്തവരുടെ മൊത്തം ഒരു കേന്ദ്ര സ്ഥാനമാണ്. മാനന്തവാടി രൂപതയുടെ പിതാവായ അങ്ങേരുടെ അടുത്തേക്ക് എന്തായാലും ഈ ദിവസങ്ങളിലെല്ലാം ഈ 3 നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും വരും. ഇവരുടെ അടുത്ത് നമ്മൾ ക്രൈസ്തവരുടെ രീതിയിൽ എന്ത് ആവശ്യമായിരിക്കും പിതാവ് പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്? ഞാൻ പ്രധാനമായിട്ട് ഉന്നയിച്ച ഈ കാര്യങ്ങളൊക്കെ തന്നെ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞു, മറ്റവർ ചിലപ്പോൾ വരുമായിരിക്കും, വന്നില്ലായിരിക്കാം. അത് ഞാനതിൽ വരുന്നതിൽ തടസ്സമില്ല, വരാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും എന്തെങ്കിലും ഞാൻ പറയാറുമില്ല. കാരണം അവർക്ക് അവരുടെ സൗകര്യം അനുസരിച്ച് സമയം പോകുക എന്നുള്ളതേ ഉള്ളൂ. എന്നെ കണ്ടതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് അവർക്ക് കൂടുതൽ വോട്ട് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് വരുന്നത് വരാതിരിക്കുന്നതല്ല, എന്നെ വന്ന് കാണുന്നവരുടെ എല്ലാം ഞാൻ പറയുന്നത് ഈ പ്രദേശത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളാണ്. അതോടൊപ്പം ക്രൈസ്തവർ അനുഭവിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങളുണ്ട്. ഇത് രണ്ടും എപ്പോഴും പറയാറുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരും ഞങ്ങളുടെ വോട്ടിന് വില കൊടുക്കുന്നവരുമായി മാറുക.
മാനന്തവാടി രൂപതയുടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കത്തോലിക്ക കോൺഗ്രസ് സമരമുഖത്താണ്. കർഷകരുടെ പ്രശ്നവും അതുപോലെ വന്യജീവി ആക്രമണമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല നിലപാടുകളും കത്തോലിക്ക കോൺഗ്രസ് എടുത്തിട്ടുണ്ട് കേരളം മുഴുവനായിട്ട്. ഇപ്പോൾ ഇലക്ഷൻ എത്തിയിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും കത്തോലിക്ക കോൺഗ്രസിൻ്റെ നിലപാട്? കത്തോലിക്ക കോൺഗ്രസിൻ്റെ നിലപാട് ഇപ്പോഴും ഇതുതന്നെയാണ്. ഈ ജനങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമായ വന്യജീവി ഭീഷണിയിൽ നിന്നും ഭീതിയിൽ നിന്നും ഒരു മോചനമുണ്ടാകണം. അതിന് ജനപ്രതിനിധികൾ തന്നെയാണ് വിചാരിക്കേണ്ടത്. അതിപ്പോൾ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും BJP ഏത് സ്ഥാനാർത്ഥി അവരുടെ പ്രകടന പത്രിക മുമ്പോട്ട് വയ്ക്കുമ്പോൾ നൽകേണ്ട ഏക ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ വോട്ടർമാർക്ക് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് കർഷകരെ അല്ലെങ്കിൽ സാധാരണക്കാരായ വയനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് വനത്തെയും മനുഷ്യൻ ജീവിക്കുന്ന ഇടങ്ങളെയും വേർതിരിച്ചുകൊണ്ടുള്ള കൽഭിത്തി നിർമ്മിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ധാരാളം ഫണ്ടുകൾ നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ഉപയോഗിക്കുന്നു. ഇത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു ഘട്ടമാണ്. ഇവിടെ ആരോടുമുള്ള ഭീഷണിയോ പരാതിയോ എതിർപ്പോ അല്ല ഇത് പാവപ്പെട്ട മനുഷ്യരുടെ ഒരു വികാരമാണ്. സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയണം. പൂർവികർ കാരണവന്മാരായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു പോയിരിക്കുന്ന മണ്ണാണിത്. ഇവിടെ മണ്ണിൽ പണിയെടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. പകൽ സമയങ്ങളിൽ അവർ പണിയെടുത്ത ഇടങ്ങളിൽ വന്ന് കുരങ്ങ്, മാന്, ഇപ്പോൾ തീർച്ചയായിട്ടും ഈ സമയങ്ങളിലൊക്കെ പറമ്പുകളിൽ മുഴുവൻ കുരങ്ങ് ശല്യമാണ്. എങ്ങനെ മനുഷ്യർ ജീവിക്കും? ഇവിടെയുള്ള 90-95% ആളുകളും പാവപ്പെട്ട കർഷകരാണ്. തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞ ഈ ഒരു വിഷയം കാലാകാലങ്ങളായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ സമയത്ത് ഉന്നയിക്കുന്നതാണ്. ഈ ഒരു കർഷകൻ്റെ പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണം, ഇതെല്ലാം. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവർ അതിനുശേഷം മറ്റ് നടപടികൾക്കോ ഇതുമായി ബന്ധപ്പെട്ട് ശാശ്വത പരിഹാരത്തിനോ മുന്നോട്ട് പോകുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ കത്തോലിക്ക കോൺഗ്രസ് ഈ ഒരു ഇലക്ഷന് ഈ ഒരു നേതൃനിരയിലേക്ക് സ്ഥാനാർത്ഥികളിലേക്ക് ഇതെത്തിക്കാൻ എന്തെങ്കിലും പ്രത്യേക ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഇതുവരെയായിട്ടും കത്തോലിക്ക കോൺഗ്രസിൻ്റെ രൂപതാ നേതൃത്വത്തോട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംവദിക്കുവാനോ ആശയങ്ങൾ എടുക്കുവാനോ ഒരു ജനത്തിൻ്റെ വികാരം എന്താണെന്ന്, സമുദായത്തിൻ്റെ വികാരം എന്താണെന്ന് തിരിച്ചറിയുവാൻ ഒരു നേതാവും ഒരു സ്ഥാനാർത്ഥിയും ഒരു പാർട്ടിക്കാരും ക്ഷണിച്ചിട്ടില്ല, ശ്രദ്ധ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തം, ഏതെങ്കിലും ഒരു പാർട്ടിയെ ജയിപ്പിക്കുവാനുള്ള വോട്ടിംഗ് സംവിധാനവും അതിനുള്ള വോട്ടേഴ്സൊന്നും ചിലപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന സമുദായ സംഘടനയ്ക്കുണ്ടായി എന്ന് വരില്ല. പക്ഷേ ചിലരെയൊക്കെ തോൽപ്പിക്കുവാൻ കഴിയുമെന്നുള്ളത് വാസ്തവമാണ്. അത് സ്ഥാനാർത്ഥികൾ വ്യക്തമായി തിരിച്ചറിയും. മാനന്തവാടി രൂപതയുടെ AKCCയുടെ രൂപത ഡയറക്ടറായ ഫാദർ ജോബി മുക്കാട്ടുകാവുങ്കൽ അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛാ, ഈ ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. ഈ വയനാട് മണ്ഡലത്തിൽ മാനന്തവാടി രൂപത പ്രത്യേകിച്ച് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പ്രശ്നം? നമുക്കറിയാം, ഇത് ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഏറ്റവും അധികം വയനാടിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുന്ന ഇഷ്യൂ ആണ് വന്യജീവി പ്രശ്നം. മലയോര മേഖലയിൽ നമുക്കറിയാം, ഈ അടുത്ത നാളുകളിൽ എത്രയോ ആളുകൾ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു ഈ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ചില വനനിയമങ്ങൾ അതിൽ മാറ്റം വരുത്തേണ്ട ആളുകൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നില്ല എന്നത് വളരെ സങ്കടകരമായൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് വയനാടിൻ്റെ മലയോര മേഖലയിൽ അത് വോട്ടിങ്ങിനെ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം, കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ വിഷയങ്ങളിൽ AKCC ഒരുപാട് പ്രക്ഷോഭങ്ങളായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വയനാട്, മാനന്തവാടി, കൽപ്പറ്റയിലൊക്കെ നടത്തിയിട്ടുള്ളതാണ് ഈ ഒരു വിഷയത്തിന് വേണ്ടി. ഇത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, അതായത് അവർ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഈ ഒരു മലയോര മേഖലയിൽ നിന്നെല്ലാം അവരതിൽ നിന്നെല്ലാം അവിടെ നിന്ന് മാറിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചെന്നലോട് ഇടവകയിലാണ്. ചെന്നലോട് ഇടവക നമ്മൾ അങ്ങോട്ട് നോക്കി വലത് ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ബാണാസുര മലനിരകളാണ്. അപ്പോൾ തരിയോട് 10 മൈൽ ആ പ്രദേശത്ത് നിന്ന് ഒത്തിരി പേര് ദിനംപ്രതി എന്നോണം ഈ ഇടവകയുടെ ഭാഗമായി തീരുകയാണ്. അവിടുത്തെ രൂക്ഷമായ വന്യമൃഗശല്യം, കാട്ടാനയുടെ പ്രശ്നങ്ങൾ മൂലം ഇവിടേക്ക് അവിടുത്തെ സ്ഥലം വിറ്റ് ഇവിടെ വന്ന് ചെറിയ സ്ഥലമെടുത്ത് വീട് പണിയുന്ന ആളുകൾ
അധികമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒഴുക്ക് ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ വോട്ട് ചോദിക്കാനായിട്ട് വരുന്ന സ്ഥാനാർത്ഥികളടുത്ത് ഇനിയിപ്പോൾ വരുമ്പോൾ AKCCയുടെ രൂപത ഡയറക്ടർ എന്ന നിലയ്ക്കും എന്തായിരിക്കും അവരോട് ആവശ്യപ്പെടുക? ഈ ഒരു വിഷയം അവരുടെ മുന്നിൽ വയ്ക്കുമോ? അതായത് AKCCക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് അങ്ങനെ രാഷ്ട്രീയമായ നിലപാടെടുക്കാൻ പറ്റില്ല. പക്ഷേ ജനങ്ങളെല്ലാം ബോധവാന്മാരാണ്. അവർക്ക് അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച്, അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് അവർ ബോധവാന്മാരാണ്. അവർ ശക്തമായ രീതിയിൽ വോട്ടിങ്ങിലൂടെ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ പ്രതിഫലനം ഈ ഇലക്ഷനിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ജനപക്ഷത്ത് ചേർന്ന് കർഷകൻ്റെ കൂടെ, അല്ലെങ്കിൽ വയനാട്ടിലെ മലയോര കർഷകൻ്റെ കൂടെ ആര് നിൽക്കും, അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ, അത് ഈ ചില കാര്യങ്ങൾ കാടും നാടും വേർതിരിക്കണമെന്നത് നാളുകളായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങളുടെ, കർഷകരുടെ ആവശ്യമാണ്. അപ്പോൾ അതിന് ഏത് വിധത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് അനുകൂലമായ നിലപാടെടുക്കും, അതിനെ ബോധ്യപ്പെടുത്താനായിട്ട് അവരെ ജനങ്ങൾക്ക് ബോധ്യം കൊടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പത്രികകളിലൊക്കെ എങ്ങനെയാണ് ഈ കർഷകൻ്റെ വിഷയങ്ങൾ, മലയോരത്തിൻ്റെ പ്രശ്നങ്ങൾ, വന്യമൃഗശല്യവും കാർഷിക വിളക്ക് വിലയില്ലായ്മയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ അതിനെ പരിഹരിക്കാൻ, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും എങ്ങനെ അവരുടെ തെരഞ്ഞെടുപ്പ് പത്രികകളിൽ നിലപാടുകൾ എടുക്കുമെന്നത് കണ്ടു തന്നെ കാണണം. അതിനോട് എങ്ങനെ ആളുകൾ പ്രതികരിക്കുമെന്ന്. 2018 നടന്ന വടക്കനാട് സമരത്തിൽ നേതൃത്വത്തിൽ അച്ഛനുണ്ടായിരുന്നു. അതേ തുടർന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ ലഭിച്ചിരുന്നു. അതെല്ലാം അധികാരികൾ പൂർത്തീകരിച്ചോ? അതായത് വടക്കനാട് സമരം 2018 അതിരൂക്ഷമായ വന്യമൃഗശല്യത്തിനെതിരായി അവിടുത്തെ വടക്കനാട് എന്ന് പറയുന്ന, അത് വയനാടിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ആ ഗ്രാമം. അതായത് ഒരു വനത്തിനുള്ളിലെ ഗ്രാമം, 1600ഓളം കുടുംബങ്ങൾ, വ്യത്യസ്ത മതവിഭാഗങ്ങൾ, കോളനി ആയിട്ടുള്ള, അങ്ങനെ താഴേക്കിടയിലുള്ള ആളുകൾ, കർഷകരാണ്. അങ്ങനെയുള്ള ആളുകൾ 6000-ത്തിലധികം വരുന്ന ജനങ്ങൾ അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് വടക്കനാട്. അവിടെ വർദ്ധിച്ചു വരുന്ന ഈ നിരന്തരം കരടിയും കടുവയും കാട്ടാനയും മാനുമെല്ലാം, പന്നിയെല്ലാം, അത് സ്ഥിര സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള മൃഗങ്ങളിറങ്ങി ഈ കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന മുദ്രാവാക്യവുമായി കാടും നാടും വേർതിരിക്കണമെന്ന, അത് കാടും നാടും വേർതിരിക്കുക, അതിന് നടുവിലൊരു സോളാർ ഫെൻസിങ്ങോട് കൂടിയ കൽമതിൽ എന്നതായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ വനം വകുപ്പ് വളരെ താല്പര്യത്തോടു കൂടി പോറ്റുന്ന ഒരു കുങ്കിയാനയാണ് വിക്രം എന്ന് പറയുന്ന കുങ്കിയാന. അത് വടക്കനാട് കൊമ്പൻ എന്നായിരുന്നു അതിന് മുൻകാലങ്ങൾ അറിയപ്പെട്ടിരുന്നത്. അത് നിരന്തരം ആ പ്രദേശത്തിറങ്ങി എല്ലാ സമയത്തും നാശം വിതയ്ക്കുന്ന ഒരു ആനയായിരുന്നു. അപ്പോൾ അതിനെ മയക്കുവെടി വെച്ച് പിടിച്ച് അവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നതും ഈ ഒരു സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു. ഏതാണ്ട് 13ഓളം ആളുകളെ കൊന്നതിന് ശേഷമാണ്, ഒരു ബാലൻ്റെ മരണമാണ്, തമിഴ്നാട്ടിൽ നിന്ന് വിരുന്നിന് വന്ന ഒരു ബാലൻ മരിച്ചപ്പോഴാണ് അതിനെ മയക്കുവെടി വെച്ച് പിടിക്കാൻ വേണ്ടി ഉത്തരവുണ്ടാകുന്നത്. നമുക്ക് 2019 ഇവിടെ അന്ന് CPI ആണ് ഈ വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. CPIയുടെ സ്ഥാനാർത്ഥി PP സുനീർ ഇവിടേക്ക് മത്സരിക്കാൻ വരണമെങ്കിൽ ആ ആനയെ വെടിവെച്ച് ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന നിലപാടെടുത്തുകൊണ്ടാണ് അന്ന് ആ ആനയെ പെട്ടെന്ന് ഇലക്ഷൻ വന്നതിന് തൊട്ട് മുമ്പ് അവിടെ നിന്ന് മാറ്റം ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ ഒരു അതിൻ്റെ ഒരു ലക്ഷ്യം ഞങ്ങൾ നേടി. പക്ഷേ അതിനെ തുടർന്ന് ഈ സമരം മുൻപോട്ട് വെച്ച ആവശ്യങ്ങളോട് മന്ത്രിതല ചർച്ചയൊക്കെ നടത്തി ചില പ്രഖ്യാപനങ്ങളുണ്ടായി. അവിടെ 34 കിലോമീറ്റർ വളരെ ശക്തമായ ഫെൻസിങ് ഉണ്ടാക്കുമെന്ന നമുക്കൊരു ഉറപ്പ് തന്നിരുന്നു. അത് വ്യത്യസ്തമായ കാരണങ്ങളാൽ അത് ഇന്ന് നടപ്പാകുമെന്ന് ഫണ്ട് വരെ അനുവദിച്ചതിന് ശേഷവും പല കാര്യങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിനെ തുടർന്ന് അത് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഈ ഇലക്ഷനിലും ഈ വിഷയങ്ങൾ മുന്നണികൾ അഭിസംബോധന ചെയ്യേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഏതെങ്കിലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാടും നാടും വേർതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് തുടർച്ചയായിട്ട് ഉള്ള നിരന്തരമായ തുടർ പദ്ധതികളുടെ ഭാഗമായിട്ട് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കാടും നാടും വേർതിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായില്ലെങ്കിൽ വയനാട്ടിൽ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വനയോര മേഖലയിലെ ആൾക്കാർക്ക് താമസിക്കുക എന്നത് വലിയ പ്രശ്നമായിട്ട് തീരുമെന്നത് അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായിട്ട് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി
നാശം വിതയ്ക്കുന്നു, ആളുകൾക്ക് ജീവഹാനി ഉണ്ടാക്കുന്നു, അതോടൊപ്പം കൃഷി വിള ഉൽപ്പന്നങ്ങളെല്ലാം നശിപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് എവിടെയെങ്കിലും ഒരു ആരംഭം ഈ സംഭവത്തിന് ആവശ്യമാണ്. ഇതിന് തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധ വേലി, ഏറ്റവും ഫലദായകമായ ഒരു പ്രതിരോധ വേലി, അത് അയൺ റോപ്പ് ഫെൻസിംഗ് എന്ന് പറയുന്ന സംവിധാനമായിരുന്നു വടക്കനാട് അനുവദിച്ചത്. പക്ഷേ അത് വ്യത്യസ്തമായ കാരണങ്ങളാൽ രാഷ്ട്രീയ പാർട്ടികളുള്ള കളികൾ മൂലമാണ് അത് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഏതാണ്ട് 14 പേർക്ക് കേസുണ്ട്. നിരന്തരം ഈ 2018 മുതൽ കോടതി 2 മാസം ഇടവേളയിൽ ഇങ്ങനെ കോടതി കയറി ഇറങ്ങുന്ന ഒരു കാരണം, അത് ആളുകളെ ഇങ്ങനെ കേസിൽ കുടുക്കി അവരുടെ പോരാട്ട വീര്യം, സമരവീര്യം കെടുത്താമെന്ന മിഥ്യാധാരണ ഇവിടുത്തെ അധികാരികൾക്കുണ്ട്. അത് നടപ്പാകുന്ന കേസല്ല. ആളുകൾ എപ്പോഴാണെങ്കിലും എന്ത് കേസ് വന്നാലും ഇതിനോടുള്ള ശക്തമായ നിലപാടുമായിട്ട് പ്രതിഷേധിക്കും. ജനാധിപത്യ രാജ്യമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാന്ധിയൻ മാർഗത്തിലുള്ള തുടർ സമരങ്ങൾ, ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾ AKCC നേതൃത്വത്തിൽ തന്നെ ശക്തമായ പ്രതിഷേധവും സമരപരിപാടിയും ഓരോ വനാതിർത്തി ഗ്രാമങ്ങളിലും അതായത് ജനകീയ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ നിലപാടുകൾ എടുക്കുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിൽ നിലപാടുകൾ എടുപ്പിക്കാൻ തക്കവിധമുള്ള ചില സമര പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കും. ഇന്ത്യ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ്, ഒരു VIP മണ്ഡലമാണ് രാഹുൽ ഗാന്ധി MP ആയിരിക്കുന്ന മണ്ഡലം. ഇപ്പോൾ ഒരു CPIയുടെ കേന്ദ്ര നേതാവ് എന്ന നിലയിൽ മേഡം ഇവിടെ വന്നിരിക്കുകയാണ് ഈ ഒരു മണ്ഡലത്തിൽ. മേഡം ഈ നാട്ടുകാരും കൂടിയാണ്. എന്ത് തരത്തിലുള്ള വികസനമായിരിക്കും വയനാടിന് മേഡം പറയുന്നത്? അല്ല, ഈ 1-ാം തീയതി മുതൽ, മാർച്ച് 1-ാം തീയതി മുതൽ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും അതിൻ്റെ ഭാഗമായാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്, മാനന്തവാടിയിൽ എത്തിയിട്ടുള്ളത്. 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ളത്. ആ മണ്ഡലങ്ങളിലൂടെ, വിവിധ പഞ്ചായത്തുകളിലൂടെ ഞാൻ ഒരു 2 വട്ടം എൻ്റെ പര്യടനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആളുകളെ കണ്ട്, അവരുടെ ഇടങ്ങളിൽ പോയി കണ്ട് ഒക്കെ. അപ്പം ഓരോ സ്ഥലത്തു നിന്ന് ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് രാവിലെ വരെ തന്നെ ആളുകൾ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഈ 7 മണ്ഡലങ്ങളിലും ആളുകൾ പറയുന്നതിൽ നിന്നും ഏറ്റവും അധികം ഉയർന്നു വരുന്ന, അത് കോളേജിൽ പോയാൽ പോലും വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് പോലും അതാണ് ഉയർന്നു വരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ, ഞങ്ങൾക്ക് മാഡം ഇപ്പോൾ ഈ ഇലക്ഷനൊന്നും അല്ല ഒരു പ്രശ്നം. ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ജീവനും അതൊക്കെയാണ് പ്രശ്നം. വന്യമൃഗങ്ങളുടെ ആക്രമണം എന്ന് പറയുമ്പോൾ അവരതാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത്. ആ വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അതിനെ ഒരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ട് ചില നടപടികളൊക്കെ ആരംഭിച്ചത് നടപ്പിലാക്കാൻ അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇത് ഇടവേളകളിട്ടിങ്ങനെ വന്യമൃഗം ഇറങ്ങുക, ആളെ കൊല്ലുക, എല്ലാം നശിപ്പിക്കുക എന്നുള്ളത് അല്ലാതെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണം. അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഇന്ന് നമുക്കുള്ള നിയമത്തിൽ ഒരു ഭേദഗതി വരുത്താതെ, അത് ആ 70കളിൽ ഉണ്ടാക്കിയൊരു നിയമമാണ്. അന്നത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് അത് കറക്റ്റാണ്. പക്ഷേ ഇന്ന് 70കൾക്ക് ശേഷം എത്രയോ വർഷങ്ങളാകുകയാണ്. ഇന്ന് കാലാവസ്ഥ വ്യതിയാനമുണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ഇന്ന് ആ നിയമം ഫിറ്റല്ല. അതിൽ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലമുണ്ടാകുന്ന കാർഷിക മേഖലയിലെ വലിയ പ്രതിസന്ധി, കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധി, ഇതിനൊക്കെ തന്നെ ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ അന്നത്തെ നിയമത്തിൽ ഒരു ഭേദഗതി വേണം. ആ ഭേദഗതിയാണ് എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ. ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് എന്നെ വിജയിപ്പിച്ചാൽ എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള വൺ ഓഫ് ദി മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഇതാണ്. അതിലെ ഒരു ഭേദഗതി കൊണ്ടുവരിക. ഭേദഗതി അത് പാർലമെൻറ്റിൽ ഉയർത്തിയതുകൊണ്ടൊന്നും ഭേദഗതി ആവില്ല.
അതിനുവേണ്ടി തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഇത് കൺവിൻസ് ചെയ്യിക്കണം. കേന്ദ്ര ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് ആയിരുന്നാലും, ആര് പ്രധാനമന്ത്രിയായാലും പ്രധാനമന്ത്രിയെ കണ്ട്, വകുപ്പ് മന്ത്രിയെ കണ്ട്, വകുപ്പിലുള്ള അതുമായി ബന്ധപ്പെട്ട് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അവരെയൊക്കെ കണ്ട് ഉദ്യോഗസ്ഥരൊന്നും അങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും കേൾക്കുകയോ വഴങ്ങുകയോ ചെയ്യുന്നവരല്ല. പ്രത്യേകിച്ച് ഈ നമ്മുടെ പോലുള്ള നാടിൻ്റെ വിഷയങ്ങൾ ഇതുകൊണ്ട് ജനങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടുന്നു എന്നുള്ളതൊന്നും അറിയാത്ത ഉദ്യോഗസ്ഥരാകുന്നുണ്ട്. പിന്നെ അവർക്കൊരു അവരുടെ ഒരു കടുംപിടുത്തമുണ്ട്. അപ്പോൾ അവരെയൊക്കെ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, അതുപോലെ തന്നെ ഈ വിഷയം മറ്റൊരുപാട് സംസ്ഥാനങ്ങളിലുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന MP-മാരുണ്ടാവും. അവരുമായി ചേർന്നുകൊണ്ടുള്ള വലിയൊരു ലോബിങ് നടത്തണം. അതൊരു ടീഡിയസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ പിറകെ നിൽക്കണം. ആ രീതിയിൽ ഒരു ഇടപെടൽ നടത്തി ഒരു ഭേദഗതിയായ നിയമത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. അതിൻ്റെ വഴികൾ എന്താണ് എന്നുള്ളത് അറിയുന്നതുകൊണ്ട് അപ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ ഈ ചാനൽ വഴി ഇവിടുത്തെ ജനങ്ങളോട്, ഈ മണ്ഡലത്തിലെ ജനങ്ങളോട്, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ എല്ലാവരോടും, കാരണം മൃഗം വന്ന് നോക്കിയിട്ട് ആര് ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ നോക്കിയിട്ടല്ല ആന ചവിട്ടുന്നത്. അത് ആര് മുന്നിൽ കണ്ടോ അവരെ ആക്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ ഈ കൂട്ടിച്ചേർത്ത് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വയനാട് ഈ ഒരു ജില്ലയിൽ ഒരുപാട് സമരങ്ങൾ, ഈവൻ മെത്രാന്മാരടക്കം തെരുവിൽ ഇറങ്ങിക്കൊണ്ട് സമരം ചെയ്യേണ്ട അവസ്ഥ, ഉപവാസം ഇരിക്കേണ്ട അവസ്ഥയൊക്കെ ഈ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട്, ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ വലിയൊരു ജനരോഷം ഇപ്പം നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം വരുന്നുണ്ട്. അതായത് കൃത്യമായൊരു ഫെൻസിങ് കൃത്യമായിട്ട് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഡ്രഡ്ജിങ് ചെയ്യുന്നില്ല, പലതും ചെയ്യാമെന്ന് പറയുന്നു. ഇതിനൊക്കെതിരെ വലിയൊരു ജനരോഷമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് പേടിയും. ഈ വിഷയം തീർച്ചയായിട്ടും ജനരോഷമുണ്ടായി, അതുണ്ടാകും. ഞാൻ വരുന്നയിടം ആറളം പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലെ ഒരു വാർഡിൽ 14ഓളം ആളുകളെ ആന ചവിട്ടിക്കൊന്ന ഇടത്തിൽ നിന്ന് ആ സമരത്തിൽ പങ്കെടുത്തത് എൻ്റെ കുടുംബമടക്കമാണ്. അതുപോലെ ജനരോഷമുണ്ടാകും. ആരെങ്കിലും കൈകെട്ടി നോക്കിക്കോ, ഒരു കുടുംബത്തിലെ ഒരാളെ, ഒരു പ്രദേശത്തെ ഒരാളെ ആനയോ കടുവയോ ആക്രമിച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൈകെട്ടിയിരിക്കോ? ഇല്ല. അതെല്ലാം സ്വാഭാവികമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് അതെങ്ങനെ ആ ജനങ്ങളുടെ രോഷം ഒന്ന് തണുപ്പിക്കുന്നതിന്, ഈ രോഷം തണുപ്പിക്കുക എന്നുള്ളത് മാത്രം, ഇത് തടയിടണം. ഞാൻ അതാ പറയുന്നത്, ഇടവേളകളിട്ട് ആളുകളെ കൊല്ലുക, എല്ലാം നശിപ്പിക്കുക എന്നുള്ളത് അത് അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ്, സഖാവ് പിണറായി ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്ത് ഈ ദുരന്തത്തെ ഒരു സംസ്ഥാന ദുരന്തമായി എന്തുകൊണ്ട് അങ്ങനെ പ്രഖ്യാപിക്കുന്നത്? ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് ആനയോ മൃഗങ്ങളോ വന്യമൃഗങ്ങളോ ആക്രമിച്ച് ഒരു ജീവിതകാലം മുഴുവൻ കിടപ്പിലായി പോയാൽ പോലും 10,000 രൂപ മാത്രമാണ്. 10,001 രൂപ കൊടുക്കാൻ ഈ നിയമം അനുവദിക്കുന്നില്ല. അതേപോലെ ജീവൻ എടുത്താൽ 10 ലക്ഷമാണ്. അതിനപ്പുറത്ത് 10,01 രൂപ കൊടുക്കാൻ നിയമം അനുവദിക്കില്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ ജനങ്ങളുടെ ജീവിതം, അങ്ങനെയുള്ള കുടുംബങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാകുന്നത് നന്നായി മനസ്സിലാകുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ് ഇതിനൊരു ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് കുറേ കൂടി കൂടുതലായി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ അതല്ല ഇതിൻ്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ. മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഈ നിയമത്തിൽ ഭേദഗതി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് സ്വാഭാവികമാണ്. ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടും. ആദ്യമുള്ള രോഷം എന്ന് പറയുന്നത് അത് സ്വാഭാവികമാണ്. ഞാൻ ആവർത്തിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി അവർ ആവശ്യപ്പെടുന്നത്, ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങളെങ്ങനെ വോട്ട് ചെയ്യാൻ വരും, ഞങ്ങളെങ്ങനെ പേടിച്ച് ഞങ്ങൾ എങ്ങനെ ധൈര്യത്തോടെ വരും, രാത്രി ഉറക്കം കിട്ടുന്നില്ല, നേരത്തെ മേഡം പറഞ്ഞു. ഇതൊക്കെയാണ് ജനങ്ങൾ ഈ ഒരു മണ്ഡലത്തിലൂടെ പോകുമ്പോൾ സ്വാഭാവികമാണ്. ഇതിനെ നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഞാൻ നൽകുന്ന ഉത്തരം എന്ന് പറയുന്നത്, ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്നതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ആ പരിഹാരം കാണണമെങ്കിൽ പാർലമെൻറ്റിനകത്ത് ഇത് ഉയർത്തണം. ഇവിടെ 5 വർഷമായിട്ട് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയോട് ഇടയ്ക്കെങ്കിലും ഈ മണ്ഡലത്തിലെ മനുഷ്യർക്കൊന്ന് ചോദിക്കാമായിരുന്നു, എന്തേ ഈ വിഷയങ്ങളൊന്നും പാർലമെൻറ്റ് എടുക്കാത്തത് എന്ന്. ആരും ഇപ്പോൾ സാധാരണ ഒരു ഗ്രാമത്തിലുള്ള ആൾക്ക് നേരെ പോയി കണ്ട് ചോദിക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ഈ സംസ്ഥാനത്ത് നിന്ന് ഒരാളൊഴികെ ബാക്കി മുഴുവൻ ആളുകളും UDFൻ്റെ ആളുകളല്ലേ ജയിച്ചു പോയത്. അവരെങ്കിലും ഇടയ്ക്കൊന്ന് ഈ ശ്രീ രാഹുൽ ഗാന്ധിയോട്, ഇതാ നിങ്ങളുടെ മണ്ഡലത്തിൽ ഈ വിഷയമുണ്ട്, ഇത് പാർലമെൻറ്റിലൊന്ന് ഉയർത്തുകയെങ്കിലും വേണം എന്ന് പറയാനുള്ള ആ ഒരു പ്രതിബദ്ധത ഈ ജനങ്ങളോട്. ഇത് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്. ജനങ്ങൾ വയനാട്ടിൽ ഞാൻ VIP ആണ്, അതുകൊണ്ട് നിങ്ങളും തുടക്കത്തിൽ പറഞ്ഞ ഇതൊരു VIP മണ്ഡലമാണ്. എന്ത് VIP മണ്ഡലം? ജനങ്ങൾ VIPകളല്ലാത്ത ഒരു മണ്ഡലവും VIP അല്ല. ജനങ്ങളുടെ വിഷയത്തിൽ അവരോടൊപ്പം ജനപ്രതിനിധി നിൽക്കുക എന്നുള്ളത് അത് ജനങ്ങളുടെ അവകാശമാണ്. അങ്ങനെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു ജനപ്രതിനിധിയുടെ ഔദാര്യമൊന്നുമല്ല. അങ്ങനെ ഇല്ലാത്തത് എങ്ങനെ ഒരു മണ്ഡലം VIP മണ്ഡലമാകുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൾ VIP ആവാം,
ശ്രീ രാഹുൽ ഗാന്ധി, ഓഫ് കോഴ്സ് ഐ റെസ്പെക്റ്റ് ഹിം, ഐ സല്യൂട്ട് ഹിം, എവറിത്തിങ്. അദ്ദേഹം എന്താണ്, ഞങ്ങൾ ഒരുമിച്ച് പല വിഷയങ്ങളിലും പോരാടുന്നവരാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ. ഇന്ത്യ മുന്നണിയുടെ പാർട്ടികളാണ് ഞങ്ങൾ രണ്ടുപേരും, ഇടതുപക്ഷവും അതിനോടൊപ്പമാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു നേതാവാണ് എന്നുള്ളത് കൊണ്ട് എൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിഞ്ച് പോലും ഞാൻ പുറകോട്ട് പോകില്ല. അതാണ് ഇടതുപക്ഷം. പക്ഷേ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞല്ലോ 1-ാം തീയതി മുതൽ 2 ചോദ്യങ്ങളാണ് ഞാൻ കേട്ടത്. 3-ാമത്തെ ചോദ്യമാണ്, അല്ലെങ്കിൽ 1-ാമത്തെ ഒരു ചോദ്യമാണ് ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് രൂക്ഷമായി ചോദിച്ച 2. ഓ, ഇനി എപ്പോൾ വരും, അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണുള്ളായിരിക്കും അല്ലേ? 2-ാമത്, നിങ്ങളുണ്ടാകുമോ ഇവിടെ? ഇത് 2 രൂക്ഷമായിട്ട് ആര് സ്നേഹത്തോടെ അല്ല ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്തേ അങ്ങനെ എന്നോട് ചോദിക്കാൻ? അപ്പോഴാണ് പറഞ്ഞത്, ആനയും കടുവയും ഒരുപാട് തവണ വന്നു ഈ മണ്ഡലത്തിൽ, ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും. അതിൻ്റെ പകുതി തവണ പോലും ഞങ്ങൾ ഇത്രയേറെ ഭൂരിപക്ഷത്തിൽ, ഇത് പറയുന്നത് സാധാരണ സ്ത്രീകളാണ്, ഇത്രയേറെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്ത് അയച്ച ഞങ്ങളുടെ MP വന്നിട്ടില്ല. ഇന്നലെ വരെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകളും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് പ്രത്യേകം ഞാൻ എടുത്തു കൊടുക്കും. വലിയ പ്രതീക്ഷയായിരുന്നു. ഒരു പ്രധാനമന്ത്രിയാകുമെന്നുള്ള പ്രചാരണം നടത്തിയാൽ സാധാരണക്കാർ വിശ്വസിക്കും. ആ വിശ്വാസത്തിന് പുറത്താണ് അത്ര വലിയ. അപ്പം ഞാൻ അദ്ദേഹത്തെ മറ്റൊന്നുമല്ല, ഒരു ജനപ്രതിനിധിയായാൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ വിഷയങ്ങൾ, അത് പ്രത്യേകിച്ച് ഇത് ജീവനും ജീവനോപാധിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിന് ഒരു ശ്രദ്ധ കൊടുക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ അത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ടേക്കൻ ഫോർ ഗ്രാൻറ്റഡ് ആണ്. ഈ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അല്ലെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിയോട് ഈ വിഷയം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇത് പാർലമെൻറ്റിൽ എടുപ്പിക്കാമായിരുന്നു. ഈ അമെൻമെൻറ്റ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ എണീറ്റ് നിന്ന് ഈ വിഷയം ഉയർത്തിക്കഴിഞ്ഞാൽ ഇതിനെല്ലാവരും പിന്തുണയ്ക്കില്ലെന്നാണോ കരുതുന്നത്? അല്ല. അദ്ദേഹത്തെ പോലെ ഒരാൾ പറയുമ്പം ചിലപ്പം മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ചേരും. പക്ഷേ അങ്ങനെ ഒരു തവണ പോലും അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം അത്തരം ഒരു ശ്രമം നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പിലെ ക്രൈസ്തവ പക്ഷത്തിൽ ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധിയെ പ്രതിനിധീകരിച്ച് നമ്മോടൊപ്പം ചേരുന്നത് ടി സിദ്ദിഖ് MLA ആണ്, കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിലെ. സാർ നമസ്കാരം. ഈ മണ്ഡലത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ, ഈ ഒരു VIP സ്റ്റാറ്റസ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടോ? ഇവിടുത്തെ VIP മണ്ഡലമാണ്. ആ VIP മണ്ഡലം കേന്ദ്രഭരണമില്ലാത്ത, സംസ്ഥാന ഭരണമില്ലാത്ത ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യവും ഭരണഘടനയും അടിച്ചമർത്തപ്പെടുന്ന സാഹചര്യത്തിൽ അതിനെതിരായി നിർഭയനായി പോരാടുന്നതായ ശ്രീ രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ് വയനാട്. സാറേ, ഞങ്ങൾ ഈ ഒരു മണ്ഡലത്തിലുള്ള മണ്ഡല പര്യടനം നടത്തിയപ്പോൾ ഈ രാഹുൽ ഗാന്ധി അദ്ദേഹം ഒരു അഖിലേന്ത്യാ നേതാവാണ്. ഇന്ത്യയുടെ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം നോക്കുന്നുണ്ട്, ഓടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു MP-യിൽ നിന്ന് കിട്ടേണ്ട ചില കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി. അദ്ദേഹത്തെ എപ്പോഴും അവൈലബിൾ ആവുന്നില്ല, ചില കാര്യങ്ങളിൽ അദ്ദേഹം നമുക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് എത്താൻ പറ്റുന്നില്ല. ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഉറ്റുനോക്കുന്നത്? ഒന്ന്, ഈ പരാതി ഇടതുപക്ഷ ഭാഗത്ത് നിന്ന് പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രചരണം കൂടിയാണ്. ഞാനതിലൊരു കാര്യം പറയാം. ന്യായ് കാ ഹക്ക് മിൽനെ തക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധിയുടെ 2ാം ഭാരത് ജോഡോ യാത്ര ഇംഫാലിനടുത്തുള്ള തൗബാൽ ഡിസ്ട്രിക്റ്റിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ജാഥ, ആ ജാഥ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചാലിഗതയിൽ അജീഷ് കാട്ടാനയുടെ ബേലൂർ മഗ്ന എന്ന കർണാടകയിൽ നിന്ന് പിടിക്കപ്പെട്ട് പിന്നീട് തുറന്നു വിടപ്പെട്ടതായിരിക്കുന്ന ആന ജനവാസ മേഖലയിലേക്ക് കടന്നു വന്ന് ശ്രീ അജീഷിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു. അതിനുശേഷം പാക്കത്തെ അജീഷ് പാക്കത്തെ പോൾ കൊല ചെയ്യപ്പെട്ടു. അതും കാട്ടാന ആക്രമണത്തിലാണ് കൊല്ലപ്പെടുന്നത്.
ഈ രണ്ട് സംഭവം നടന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഭാരത് ജോഡോ ന്യായ് യാത്ര അദ്ദേഹം നിർത്തിവെച്ചു. അദ്ദേഹം നേരെ ഫസ്റ്റ് വന്നത് അജീഷിൻ്റെ വീട്ടിലേക്കാണ്. അജീഷിൻ്റെ വീട്ടിൽ വന്ന് അജീഷിൻ്റെ വീട്ടിൽ മക്കളും ഭാര്യയും അച്ഛനും അമ്മയും എല്ലാവരുമായിട്ട് അദ്ദേഹം സംസാരിച്ചു, സമയം ചെലവഴിച്ചു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. വീട്ടുകാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ കുടുംബനാഥനെ കൊലപ്പെടുത്തിയത് കർണാടകയിൽ നിന്നുള്ള ആനയാണ്. അതുകൊണ്ട് കുടുംബം അനാഥമാണ്. അവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ കർണാടക ഗവൺമെൻറ്റുമായി സംസാരിക്കണം. നേരെ അദ്ദേഹം കർണാടക ഗവൺമെൻറ്റുമായി സംസാരിച്ചു. 15 ലക്ഷം രൂപ കർണാടക ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. BJP ഉടനെ ചെയ്ത പ്രവർത്തനം, കർണാടക BJP പ്രസിഡൻറ്റും കർണാടക BJP നിയമസഭാ സാമാജികന്മാരും നിയമസഭാ സമ്മേളനത്തിൽ പുറത്ത് അവിടെ വിഭാഗീയത ഉണർത്തി. രാഹുൽ ഗാന്ധിക്കെതിരെ, മലയാളികൾക്കെതിരെ, KC വേണുഗോപാലിനെതിരെ, കോൺഗ്രസിനെതിരെ വളരെ വിഷം തുപ്പുന്ന പ്രവർത്തനങ്ങൾക്കും പ്രചരണങ്ങൾക്കും നേതൃത്വം കൊടുത്തു. മനം നൊന്ത് ആ കുടുംബം അവസാനം ഈ പണം വേണ്ട എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഫോണെത്തി. രാഹുൽ ഗാന്ധി പറഞ്ഞു, ആ കുടുംബത്തെ അനാഥമാക്കാൻ പറ്റില്ല, ആ പ്രഖ്യാപിച്ച പണം പാർട്ടി കൊടുക്കണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയാണ് 15 ലക്ഷം രൂപ DCC പ്രസിഡന്റ് ആ വീട്ടിൽ കൈമാറിയത്. ആ കുട്ടിയോട് രാഹുൽ ഗാന്ധി പറഞ്ഞു, എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയണം. ആലോചിക്കണം. അത് കഴിഞ്ഞ് പോളിൻ്റെ വീട്ടിൽ പോയി. പാക്കത്തെ പോളിൻ്റെ വീട്ടിൽ രാഹുൽ ഗാന്ധി പോയപ്പോൾ പോളിൻ്റെ മകളോട് ചോദിച്ചു, മോൾ എന്തിനാ പഠിക്കണേ? കുട്ടി പറഞ്ഞു, ഞാൻ ഡിഗ്രിക്ക് ഇന്ന കോഴ്സിന് പഠിക്കുന്നു. ഏതാവശ്യമുണ്ടെങ്കിലും മോൾ പറയാൻ മടിക്കരുത്. അത് കഴിഞ്ഞ് അമ്മയോട് ചോദിച്ചു, എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ട്? പറഞ്ഞു, ഞങ്ങളുടെ വീട് പാതി നിർമ്മാണ ഘട്ടത്തിലാണ്. ഉടനെ തന്നെ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, ആ വീട് പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. IC ബാലകൃഷ്ണൻ MLA അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. കടുവ ആക്രമിച്ച് പച്ചയായി ഭക്ഷിച്ച ഒരു ഹതഭാഗ്യനായ ക്ഷീരകർഷകനാണ് വാഗേരിയിലെ പ്രജീഷിൻ്റെ വീട്ടിൽ രാഹുൽ ഗാന്ധി പോയി. അവർ പറഞ്ഞു, 3 ദശാബ്ദക്കാലമായി ഈ റോഡ് അവിടെ കിടക്കുകയാണ് ഈ കോലത്തിൽ, ഒന്ന് നേരെയാക്കി തരണം സാർ. ഉടനെ അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് കൽപ്പറ്റയിൽ വന്ന് മീറ്റിംഗ് ചേരുന്നതിന് മുമ്പ്, ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് ചേരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ആ റോഡിൻ്റെ കാര്യം പ്രത്യേകം നോക്കണം. പുള്ളി അദ്ദേഹം എല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. 38 ലക്ഷം രൂപ MP ഫണ്ടും ജില്ലാ പഞ്ചായത്ത് ഫണ്ടും ചെലവഴിച്ച് നേരെയാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇവിടെ എൻ്റെ നിയോജകമണ്ഡലത്തിൽ കുഞ്ഞവറാൻ രാവിലെ പോകുന്ന സമയത്ത് ജോലിക്ക് പോകുമ്പോൾ കാട്ടാന ആക്രമണത്തിൽ മരിച്ചേ. വീടില്ല, സ്ഥലമില്ല. ഞാൻ ബോബി ചമ്മണ്ണൂരിൻ്റെ അടുത്ത് പോയി സ്ഥലം അറേഞ്ച് ചെയ്തു. അവിടെ രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിൽ വീട് വെച്ച് കൊടുക്കുകയാണ്. ഒരു ചെറിയ പയ്യൻ കാട്ടുപന്നി കുറുകെ ചാടിയപ്പോൾ ഓട്ടോറിക്ഷ മറിഞ്ഞ് മരിച്ചു. ആ വീട്ടിൽ രാഹുൽ ഗാന്ധി പോയി. ആ വീട്ടുകാരെ കണ്ടു മടങ്ങുമ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഇവർക്ക് വീടില്ല. ആ വീടിൻ്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് ഞാനാണ്, രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതി. ഇവിടെ നടക്കുന്ന ഓരോ കാര്യത്തിലും മുഴുവൻ സമയം അദ്ദേഹത്തിന് ഉണ്ടാകാൻ സാധിക്കില്ല. ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തി. മണിപ്പൂർ കലാപത്തിൻ്റെ സമയത്ത് ദിവസങ്ങളോളം അദ്ദേഹം മണിപ്പൂരിലെ കലാപവുമായി ബന്ധപ്പെട്ട അജിറ്റേഷനിലും മണിപ്പൂർ പോകാനും അദ്ദേഹം ചെലവഴിച്ചു. ഇന്ത്യ രാജ്യത്തുണ്ടാകുന്ന ഏത് ജനാധിപത്യ പ്രശ്നങ്ങളിലും ഉടനെ ഇടപെടുന്നതായിരിക്കുന്ന വ്യക്തിത്വമാണ്. അപ്പോൾ സ്വാഭാവികമായും ദൈനംദിനമായിട്ടുള്ള സംഘടന, ഈ രാജ്യത്തുള്ള പ്രത്യേക സാഹചര്യം, അതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലായിടത്തും അദ്ദേഹത്തിന് ഓടി നടക്കേണ്ടതുണ്ട്. അത് വയനാട്ടിലെ ജനങ്ങൾക്കറിയാം. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ലൈവായിട്ടുള്ള ഒരു ഓഫീസുണ്ട്. ഓഫീസ് 2 എണ്ണമാണ്. ഒന്ന് കൽപ്പറ്റയിൽ ഒരു ഓഫീസുണ്ട്, മുക്കത്തൊരു ഓഫീസുണ്ട്. 2 ഓഫീസിലും ഏത് സമയത്ത് ഏത് കാര്യത്തിന് പോയാലും അതവിടെ അഡ്രസ്സ് ചെയ്യപ്പെടും. ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന ഓഫീസാണ്. ഈ ഓഫീസും പൂർണ്ണ സജ്ജമാണ്. അദ്ദേഹത്തിൻ്റെ MP ഫണ്ട് പൂർണ്ണമായി വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു ആരോപണം വരുന്നുണ്ട്. അത് അറിവില്ലാതെ പറയുന്നതുകൊണ്ടാണ്, കള്ളം പറയാണ്, അറിവില്ലാതെ പറയാണ്. അത് കൈരളിയിലൊരു വാർത്ത വന്നു, 2 കോടിയുടെ അടുത്ത് രൂപയോളം, 2-7. അത് ഞാൻ പറയാം. ഒരു 2 കോടിയില്ല, 7 കോടിയില്ല. അദ്ദേഹത്തിൻ്റെ 100% ഫണ്ടും രാഹുൽ ഗാന്ധി പദ്ധതിയാക്കി ചെലവഴിച്ചു കഴിഞ്ഞു. പ്രപ്പോസൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി
ഏറിയ പങ്കും പൂർത്തീകരിച്ചു. ബാക്കിയുള്ള പദ്ധതികൾ ഓൺ ഗോയിങ് ആണ്. ഒരു നയാ പൈസയുടെ പദ്ധതി പെൻഡിങ് ഇല്ല. എന്തുകൊണ്ടാണ് 123% വന്നത്? മുൻ MP യുടെ കുറച്ച് ബാലൻസ് ഫണ്ട് ഉണ്ടായിരുന്നു, പ്ലസ് ഈ ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ്, അത് ഉൾപ്പെടെ ചെയ്തു കഴിഞ്ഞു. ഞാനത് പറഞ്ഞത് MP യുടെ ഓഫീസ് ഏറ്റവും എഫിഷ്യൻ്റായി പ്രവർത്തിക്കുന്ന ഓഫീസാണ്. ഞങ്ങളുടെ ഒരു പ്രത്യേക മോണിറ്ററിംഗ് വേറെയുണ്ട്. ഓരോ 1.5 മാസം കൂടുമ്പോൾ ഞങ്ങൾക്ക് അവലോകനമുണ്ട്. രാഹുൽ ഗാന്ധി നേരിട്ട് പങ്കെടുക്കുന്ന ഓൺലൈൻ അവലോകനമാണ്. ചില സമയത്ത് ഞങ്ങൾ ഡൽഹിയിൽ അങ്ങോട്ട് പോകും. എല്ലാ പദ്ധതികൾക്കും അദ്ദേഹത്തിൻ്റെ ബാക്കപ്പ് ഉണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി പറയുകയാണ്, ഞാനന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്, അദ്ദേഹം പറയുകയാണ്, ഈ സമയത്ത് ഗവൺമെൻറ് ഉണ്ടായിരുന്നുവെങ്കിൽ വയനാടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തീർക്കാമായിരുന്നു. ഇവിടുത്തെ ഏറ്റവും ക്രൂഷ്യൽ ഇഷ്യൂ 1 മെഡിക്കൽ കോളേജാണ്, 2 വന്യമൃഗശല്യമാണ്, 3 ബദൽപാതയാണ്, 4 റെയിൽവേ ഇല്ലാത്തതാണ്, കർഷകരുടെ പ്രശ്നങ്ങളാണ്. അങ്ങനെ തുടങ്ങി നിരവധിയായ ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾ ആലോചിക്കണം, രാഹുൽ ഗാന്ധി ഈ വീടുകളിൽ മുഴുവൻ പോയല്ലോ. വന്യമൃഗാക്രമണത്തിൽ മരിച്ചവരുടെ വീട്ടിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ തെറി പറയാൻ വേണ്ടി വന്നു. ബത്തേരിയിൽ വന്നില്ല, ഒരിടത്തും പോയില്ല അദ്ദേഹം. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ, പേരെടുത്ത് വിമർശിക്കാൻ സമയം കണ്ടെത്തിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരക്ഷരം നരേന്ദ്രമോദി എന്ന് പറയുന്ന വാക്കുച്ചരിച്ച് വിമർശനം നടത്തിയിട്ടില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇൻറ്റേണലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും ധാരണകളുമായി ഇവർ പോവുകയാണ്. അപ്പോൾ നേരത്തെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, രാഹുൽ ഗാന്ധി എല്ലാ സമയത്തും പാർലമെൻ്റ് അംഗത്തെ ഇവിടെ കാണുന്നുണ്ടോ? കാണുന്നില്ല. ഇന്ത്യൻ്റെ അവസ്ഥ അതീവ ഭീകരമാണ്. ഞാൻ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ മണിപ്പൂരിലെ ഇംഫാലിൽ പോയ ആളാണ്. ഞാൻ അവിടെയുള്ള ആളുകളോട് പരസ്പരം ഒരുപാട് പേരോട് സംസാരിച്ചു. ഞാൻ മാർക്കറ്റിൽ പോയി ചോദിച്ചറിഞ്ഞു. ഞാൻ അവിടെയുള്ളതായിരിക്കുന്ന മിഷണറി പ്രവർത്തനം നടത്തുന്നതായിരിക്കുന്ന ഞാൻ ആളുകളോട് സംസാരിച്ചു. അച്ഛന്മാരോട് ഞാൻ പലരെയും കണ്ടു. വേദനയോടുകൂടി ഞാൻ എൻ്റെ ടാക്സി ഓടിച്ചത് ഒരു കുമാർ എന്ന് പറഞ്ഞ ഡ്രൈവറാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ ബ്രദർ കല്യാണം കഴിച്ചത്, അദ്ദേഹം മേത്തിയാണ്, മേത്തേ സമുദായം, അദ്ദേഹത്തിൻ്റെ ബ്രദർ കല്യാണം കഴിച്ച് കുക്കിയാണ്. ഇവരൊക്കെ ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. ഞാൻ ചോദിക്കുന്നു, ഒരു ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? ഒരു 2 കമ്മ്യൂണിറ്റിയെ പരസ്പരം അടുപ്പിച്ച്, ആ 2 കമ്മ്യൂണിറ്റിയെ അടുപ്പിച്ചതിൻ്റെ മറവിൽ ക്രൈസ്തവ ജനതയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ വംശീയ കലാപമാക്കിയത് മാറ്റി. ചർച്ചുകൾ തകർന്നു, കുരിശടികൾ തകർത്തു, ബൈബിള് കത്തിച്ചു, സ്ത്രീകളെ വിവസ്ത്രയാക്കി നടത്തിച്ചു, കൊച്ചുകുട്ടികളെ ബലാത്സംഗം ചെയ്തു. ഇത്രയധികം കാഠിന്യമുള്ള അനുഭവമുണ്ടായ ഒരു സംഭവം അടുത്ത കാലത്ത് ഇന്ത്യ രാജ്യത്താണ്. മാസങ്ങളായി നടക്കല്ലേ. മത്തായി സുവിശേഷം 7:7-1 അതിപ്രധാനമായിട്ടുള്ളൊരു വാചകമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അതാണ്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും മറ്റുള്ളവർക്കെതിരെ വിധിക്കാതിരിക്കുക. നിങ്ങൾ വിധിക്കുന്നതിന് വേണ്ടി ഏത് അളവുകോലാണോ നിങ്ങൾ ഉപയോഗിച്ചത്, അതേ അളവുകോൽ ഉപയോഗിച്ച് നിങ്ങളും വിധിക്കപ്പെടും. ഈ രാജ്യത്ത് ജനാധിപത്യത്തെ തകർക്കാൻ, മുഖ്യമന്ത്രിമാരെ ജയിലിലടയ്ക്കാൻ, ED ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ, ജനങ്ങളെ പേടിപ്പിച്ച് തകർക്കാൻ, ന്യൂനപക്ഷങ്ങൾക്കെതിരായി, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായി, മറ്റുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായി ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മിണ്ടാതെ ഇരിക്കുന്നതായിട്ടുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. വളരെ ഗൗരവമായിട്ടുള്ള സാഹചര്യമാണ്. ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ ബിഷപ്പുമാരുടെ ഒരുമിച്ചുള്ളതായിരിക്കുന്ന ഒരു വലിയ പ്രക്ഷോഭം ജന്തർ മന്ദറിൽ അരങ്ങേറി. എനിക്ക് തോന്നുന്നു ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ സംഘടിതമായിട്ടുള്ള ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രക്ഷോഭം അതുപോലെ ഇന്ത്യ രാജ്യത്ത് മുമ്പുണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അവരുടെ വിവിധങ്ങളായിട്ടുള്ള ചർച്ചുകൾ, അവരുടെ ബൈബിളുകൾ, അവരുടെ ചാപ്പലുകൾ, അവരുടെ മഠങ്ങൾ, അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ ആരാധനാക്രമങ്ങൾ, അവരുടെ മിഷണറി പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ വ്യാപകമായി തകർക്കപ്പെടുന്നു. ഇന്ത്യ രാജ്യത്ത് തകർക്കപ്പെട്ടതിൻ്റെ എണ്ണം പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ക്രൈസ്തവ സമുദായത്തിൻ്റെ കോൺഫെഡറേഷൻ ഒന്നിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്ന സാഹചര്യമുണ്ട്. ഇന്ത്യ രാജ്യത്തെ അറിയപ്പെടുന്ന റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥന്മാർ ഭരണകൂടത്തിന് ഒന്നിച്ച് സൈൻ ചെയ്ത് കത്ത് കൊടുക്കുന്ന സാഹചര്യമുണ്ട്.
കർണാടക അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളായിരുന്നു. അപ്പോൾ ഈ വിധിക്കാൻ നേതൃത്വം കൊടുക്കുന്നവരാണ് ആര്? നരേന്ദ്രമോദിയും സംഘപരിവാറും. അവരോട് മത്തായി സുവിശേഷം വെച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളും ഒരു നാൾ വിധിക്കപ്പെടും, തർക്കമില്ല. അതിൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അതായിരിക്കും ഈ 2024 തെരഞ്ഞെടുപ്പ്.